നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ വിവാഹം ചേച്ചി ഇങ്ങനൊന്നും അല്ല നടത്താൻ ആഗ്രഹിച്ചിരുന്നത്. നാടൊട്ടുക്ക് വിളിച്ച് വലിയ രീതിയിലായിരുന്നു. 7 ദിവസത്തെ കാലാവധി ജ്യോത്സ്യം പറഞ്ഞപ്പോ ഒരു ചെറിയ ദോഷം പോലും എന്റെ മോളുടെ മേൽ പതിക്കരുതെന്ന് തോന്നി. മറ്റെല്ലാം നീ ചേച്ചിക്ക് വിട്ടുതന്നേക്ക്. നീ സന്തോഷായിട്ടിരിക്കെ. ആദ്യ കാരണം നിനക്ക് ഒരിക്കലും സന്ദീപിന് നഷ്ടാവില്ല. അതെങ്ങനെ ഞാൻ ഉറപ്പിക്കും? ആതിരയുടെ ചേച്ചി അർച്ചനയും അനഘയുടെ ചേച്ചി അവന്തികയാണ്. അതാണ് ഉറപ്പ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളോർത്ത് നീ ടെൻഷനാവണ്ട. താലിക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങൾ പണ്ട് മുതൽക്കേ ഉള്ളതാ. നീയും സന്ദീപ് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോ നമ്മൾ ഈ ചെയ്തൊക്കെ നിസ്സാരമായിട്ട് നിനക്ക് തോന്നും. നിന്നെപ്പോലെ വലിയ വിവാഹ സങ്കല്പങ്ങളൊന്നും ഇല്ലാതിരുന്ന ആളാ നിന്റെ ചേച്ചി. നമ്മുടെ അച്ഛന്റെ അമ്മയുടെ മരണത്തിന് പകരമായി കിട്ടിയ താലി ആയതുകൊണ്ടാവും അത് ചേച്ചിയുടെ കഴുത്തിൽ മുറുകാതിരുന്നത്, പകുതിയിൽ അഴിഞ്ഞു വീണത്. അല്ലെങ്കിലും അതൊക്കെ ഒരു ഭാഗ്യ മോളെ. ജീവിതാവസാനം വരെ ഒരാൾക്കൊപ്പം ജീവിക്കാനും വേണം മഹാഭാഗ്യം. എനിക്കതൊന്നും ഈശ്വരൻ തരാത്തതുകൊണ്ട് അതെല്ലാം എന്റെ മോൾക്ക് കിട്ടും. നീ ചിന്തിച്ചു കൂട്ടും തോറും നിന്റെ സമാധാനവും കുറയും. നീ ബാക്കിയെല്ലാം മനസ്സിൽ കളഞ്ഞിട്ട് നീ വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്ക്. എന്തായി നിന്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ? ഒന്നിനൊരു മൂടും തോന്നിയില്ല ചേച്ചി. അങ്കിള് പറഞ്ഞു സന്ദീപിനെയും കൂട്ടി പുറത്തുപോയി ആവശ്യമുള്ളതൊക്കെ വാങ്ങി വരാൻ. എങ്കി ഉടനെ പോ. ദേ, നീ ഈ മുഖം കൊണ്ട് നടന്നാ എല്ലാവർക്കും സംശയം ഉണ്ടാവും. നിന്റെ മുഖത്തെ ആത്മവിശ്വാസമാണ് ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരെ തളർത്തേണ്ടത്. സന്ദീപ് എന്നൊരുത്തൻ നെല്ലിശ്ശേരിയിൽ പിറന്നത് തന്നെ നിനക്ക് വേണ്ടിയാ. നീ പോയി നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്ക. സന്ദീപിന്റെ വധുവായി നീ കതിർമണ്ഡപത്തിലേക്ക് വരുമ്പോ കണ്ണ് തള്ളണ എല്ലാവരുടെയും. മനസ്സിലായോ? അവരുടെ വിവാഹം ഉറപ്പിച്ച സ്ഥിതിക്ക് നീ വ്യക്തമായ ഒരു തീരുമാനം പറഞ്ഞിരുന്നെങ്കിൽ. എന്റെ ഉത്തരങ്ങൾക്കൊന്നും വ്യക്തത കാണില്ല അച്ഛാ. കുറെ ദിവസം കൊണ്ട് എനിക്ക് എന്നെ തന്നെ നഷ്ടമായതുപോലെയാ തോന്നുന്നത്. സന്ദീപിനെ മറക്കാനാണെങ്കിലും സ്നേഹിക്കാനാണെങ്കിലും ദിവസങ്ങൾ മാത്രമേ നിന്റെ മുമ്പിലുള്ളൂ. അവിടെ എന്തു നടക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. എന്തു നടന്നാലും പിടിച്ചു നിൽക്കാൻ നീ നിന്റെ മനസ്സിനെ പാകപ്പെടുത്തണം. ജീവിതം എന്നൊക്കെ പറയുന്ന അങ്ങനെ മോളെ. ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ എല്ലാം നമ്മളിലേക്ക് വരും. മറ്റു ചിലപ്പോ കൺമുന്നിൽ തന്നെ എല്ലാം അവസാനിക്കുകയും ചെയ്യും. മനസ്സ് ബിമ്പിപ്പൊട്ടിയാലും ഒന്ന് കരയാൻ പോലും പറ്റിയില്ല എന്ന് വരും. ഞങ്ങൾക്കറിയാം സന്ദീപിനെ നിനക്ക് കിട്ടുന്നുവെങ്കിൽ അതൊരു വലിയ പ്രശ്നത്തോടെ ആയിരിക്കും. ഇനി മറിച്ചാണെങ്കിൽ
എന്റെ മോള് തകർന്നു പോകരുത്. ഏതൊരച്ഛനും അമ്മയും പെൺകുട്ടികളെ വളർത്തുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. ഒന്ന് എഴുന്നേക്കാൻ പറ്റാതായ, ഒന്ന് കിടന്നുപോയ, ഒരിറ്റു വെള്ളം ചൂടാക്കി തരാൻ പെൺകുട്ടികളെ കാണുമെന്ന് എല്ലാവരും പറയും. അപ്പോഴൊക്കെ എനിക്ക് രണ്ടെണ്ണത്തിന് ഈശ്വരൻ തന്നതിന് മനസ്സും കണ്ണും നിറയാറുണ്ട്. ആഗ്രഹിക്കാതിരുന്നിട്ടും അച്ഛൻ അങ്ങനെ ഒരു ജീവിതം കിട്ടി. എന്റെ മോൾ അത്രമേൽ ആഗ്രഹിച്ചിട്ടും പിന്നെയും പരീക്ഷണമാണല്ലോ ഈശ്വര. വാമനെ, ഞങ്ങള് നിങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് ചില കാര്യങ്ങൾ പറയാനായി വന്നതാ. ഇരുന്ന് സംസാരിക്കാം. വാമോനെ, വാമോളെ. ഉടനെ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും. അതിനു മുമ്പുള്ള ഈ ദിവസങ്ങളാണ് ആകെ കയ്യിലുള്ളത്. എന്തായാലും ഇനിയും വെച്ച് താമസിപ്പിക്കുന്നത് അപകടം ചെയ്യും. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സേതുവിനോട് ഈ കാര്യം ഞങ്ങൾ ഇനി എങ്ങനെ പറയും? എല്ലാം അറിഞ്ഞിട്ട് ഇത്രയും നാളും പറയാതിരുന്നതിന് എന്ത് സമാധാനം നമ്മൾ പറയും? അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ എന്റെ മനസ്സിലുണ്ടച്ച. അതിന്റെയൊക്കെ ഉത്തരം പലരെയും വേദനിപ്പിക്കുന്നതായതുകൊണ്ട് തൽക്കാലം അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുന്ന അതിന്റെ ശരി. ആതിരയുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് അച്ഛമ്മളുടെ ജീവിതത്തെ കൂടെ ബാധിക്കുമെന്ന് നല്ല ഭയമുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഒരു ഭയം വേണ്ട. അർച്ചന എന്റെ ഭാര്യ. എനിക്ക് ഒന്നും സംഭവിക്കില്ലമ്മേ. എനിക്ക് ചോദിക്കാനുള്ളത് ആതിരയോടാ. ആതിര എന്ത് തീരുമാനിച്ചെന്ന് എനിക്കറിയണം. ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അനൂപേട്ടനാണ് എൻ്റെ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത്. എന്ത് വന്നാലും നേരിടാൻ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞു. അതിപ്പം നേടിയാലും നഷ്ടപ്പെടുത്തിയാലും അങ്ങനെ തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.